ഹരേ കൃഷ്ണ. ഇന്നു മുതൽ നമുക്ക് ദേവയാനി ചരിതവും അതോടൊപ്പം യയാതി ചരിതവും കേട്ടു തുടങ്ങാം. സ്വയംഭൂ മനുവിന്റെ പുത്രനായ പ്രിയവ്രതന്റെ പുത്രിയായ ഊർജസ്വതയെ വിവാഹം ചെയ്തത് അസുരഗുരുവായ ശുക്രാചാര്യരായിരുന്നു. അവർക്കുണ്ടായ ഏകപുത്രിയാണ് ദേവയാനി. അസുരരാജാവായ വൃഷപർവാവിന്റെ കൊട്ടാരത്തിനടുത്താണ് ശുക്രാചാര്യർ താമസിച്ചിരുന്നത്. മൃതസഞ്ജീവനി മന്ത്രം അറിയാവുന്ന ഏക ഗുരുവായതുകൊണ്ട് ശുക്രാചാര്യരെ അസുരന്മാർക്ക് വലിയ ബഹുമാനമായിരുന്നു. എങ്ങനെയെങ്കിലും ശുക്രാചാര്യരിൽ നിന്നും മൃതസഞ്ജീവനി മന്ത്രം ഗ്രഹിക്കുവാൻ ദേവന്മാർ ആഗ്രഹിച്ചു. അതിനാൽ ബൃഹസ്പതിയുടെ പുത്രനായ കജനൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ആരും അറിയാതെ ശുക്രാചാര്യരുടെ ആശ്രമത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് താമസിച്ചു തുടങ്ങി. ദേവയാനിയും കജനും തമ്മിൽ ചെറുപ്പം മുതലേ കളിച്ചു വളർന്നു. യൗവനപ്രായമായപ്പോൾ ദേവയാനിക്ക് കജനോട് പ്രേമം തോന്നി തുടങ്ങി. പക്ഷേ കജന് അവളോട് തെല്ലും പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ച് അവന്റെ ലക്ഷ്യപൂർത്തീകരണം മാത്രമായിരുന്നു അവന്റെ ഒരേ ഒരു ഉദ്ദേശം. പിന്നീട് എന്ത് സംഭവിച്ചു നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.